പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഞാൻ എൻ്റെ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്ന ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒട്ടനവധി കഷ്ടതകളും അനർത്ഥങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച ഒരു ജീവിതമാണോ താങ്കളുടേത്? നിരന്തരമായി കഷ്ടത അനുഭവിക്കുകയും എന്നാൽ ദൈവത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? താങ്കളെ കൈവിടാത്തൊരു ദൈവമുണ്ട്. 71-ാം സങ്കീർത്തനം 20-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും, ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. ദാവീദ് ആത്മനിറവിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി വിശ്വാസത്തോടെ വിടുതലിന് വേണ്ടിയിട്ടുള്ള തൻ്റെ പ്രാർത്ഥനയാണ്. ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ ഉള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ദാവീദ് പറയുന്ന പദങ്ങളാണ്: അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കി. അതെ, ഇന്ന് പലരോടും ചോദിച്ചാൽ പലരും പറയും മാറി മാറിയുള്ള കഷ്ടതകൾ, വിട്ടുമാറാതെയുള്ള ദുരിതങ്ങൾ, ദൈവത്തിന് ഇഷ്ടം, രോഗങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഞങ്ങൾ കർത്താവിനെ മുറുകെ പിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ മുൻപോട്ട് പോകുമെന്ന് തീരുമാനമെടുത്ത ചിലരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദാവീദും അഭിഷേകം വീണ് ശൗല് അസൂയയിൽ ദാവീദിനെ കൊല്ലുവാൻ ഒരുങ്ങിയ ഒട്ടേറെ വർഷങ്ങളുണ്ട്. ദാവീദിന് ചോദിക്കാം, കർത്താവേ, അപ്പൻ്റെ ആടുകളെ തീറ്റി കാടുകളിൽ ആയിരുന്ന സാഹചര്യത്തിൽ നിന്ന് അഭിഷേകം എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നു. എന്നാൽ മുൻപോട്ട് എൻ്റെ ജീവിതം ഇതാണോ, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ ഇതാണോ എന്ന് ദാവീദിന് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. എന്നാൽ ദാവീദ് പറയുന്ന പദം ഇതാണ്: അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ. അടുത്ത പദം പറയുന്നു: നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ആ പദം ഞാനിങ്ങനെ എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ പ്രവചന ശബ്ദമായി കൈമാറാം. ഒട്ടനവധി പ്രതിസന്ധികളും ഒട്ടനവധി കഷ്ടതകളും ദുരിതങ്ങളും ജീവിതത്തിൻ്റെ പടകിന് നേരെ, ജീവിതത്തിന് നേരെ അടിച്ചുയരുന്ന ഈ പ്രതിസന്ധികളുടെ നടുവിലും കർത്താവേ എന്ന് മനസ്സുരുകി വിളിക്കാൻ തയ്യാറുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, താങ്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, താങ്കൾ ഈ കഷ്ടതകൾ കൊണ്ട് അവസാനിക്കാനുള്ള ഒരു വ്യക്തിയല്ല. അവിടെ നിന്ന് ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം, അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഈശാനമൂലൻ എന്ന കാറ്റടിച്ച് പൗലോസ് എന്ന ദൈവമനുഷ്യൻ യാത്ര ചെയ്ത കപ്പൽ തകർന്നുപോയ സാഹചര്യം. അപ്പോസ്തല പ്രവൃത്തി 27-28 അധ്യായം. അവിടെ മരണത്തെ മുഖാമുഖമായി കണ്ട പൗലോസും അതിനകത്ത് യാത്ര ചെയ്ത യാത്രക്കാരും ഒരു കാരണവശാലും അതിനകത്തുനിന്ന് ഒരു എഴുന്നേൽപ്പ്, അതിനകത്തുനിന്നൊരു ജീവൻ തിരികെ ലഭിക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത സാഹചര്യം. പക്ഷെങ്കിൽ പൗലോസിനോട് ദൈവം പറഞ്ഞ, കർത്താവ് കൈമാറിയ ദൈവശബ്ദത്തെ നിശ്ചയമായി ആ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നവനാണ്. നാം കേട്ട പല വാഗ്ദത്തങ്ങളും പ്രവചന ശബ്ദങ്ങളും നിറവേറാൻ ഒട്ടനവധി മുന്നിൽ നിൽക്കുമ്പോൾ പല പ്രതിസന്ധികളും കഷ്ടതകളും അനർത്ഥങ്ങളും മുൻപിൽ കൊണ്ടുവന്ന് നമ്മെ തകർത്ത് കളയുവാൻ, ഇല്ലായ്മ ചെയ്യുമെന്ന് വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികളെ നോക്കി ആത്മാർത്ഥതയോട് പറയണം, ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കാര്യമുണ്ട്. ഞങ്ങൾ മരണത്തിന് കീഴടങ്ങാനല്ല. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ ബാക്കി വെച്ച് സ്തോത്രം ഈ കഷ്ടതകൾ കൊണ്ട് അവസാനിക്കാനല്ല. പ്രത്യാശയുള്ള, പ്രതീക്ഷയുള്ള ദൈവവചനത്തിൻ്റെ ദൂതുകൾ പരിശുദ്ധാത്മാവ് കൈമാറുന്നു. അനവധി കഷ്ടതകളും അനർത്ഥങ്ങളും കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്ന ഒരു ദൈവമാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതേ പ്രിയമുള്ളവരെ, ഇന്ന് ബിസിനസ്സിനകത്ത് തകർന്നുപോയ പ്രതീക്ഷയോടെ പടുത്തുയർത്തിയ ബിസിനസ്സുകൾ, പ്രതീക്ഷയോടെ പഠിത്തത്തിൽ പഠിച്ചു വന്ന കുഞ്ഞുങ്ങൾ സ്തോത്രം മുൻപോട്ട് പോകാൻ കഴിയാതെ സ്തോത്രം പഠിത്തത്തിൽ തകർന്നുപോയി, പഠിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ, ബിസിനസ്സിൽ തളർന്നുപോയ അവസ്ഥയിൽ പലരുമുണ്ട്. പഠിക്കാൻ കഴിയാതിരിക്കുന്ന പലരുമുണ്ട്. എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം അവരെ അലട്ടുന്ന വിഷയങ്ങൾ പലരുമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളോട് പറയുന്നു, എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട്, സ്നേഹിതരോട് പറയുന്നു, തളർന്നു പോകരുത്.
വീണ്ടും ജീവിപ്പിക്കുന്ന, വീണ്ടും ബലം തന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. ദാവീദേ, ശൗലിൻ്റെ കയ്യാൽ അങ്ങ് തീരുമെന്ന് ശൗലെടുത്ത തീരുമാനം അത് മാനുഷികമാണ്. എന്നാൽ ദൈവമെടുക്കുന്ന തീരുമാനമുണ്ട്. ശൗൽ എത്ര വർഷങ്ങൾ, എത്ര പ്രതിസന്ധികൾ, ഏത് ആമേഷ്ടത്രം ആരെ കൂട്ടുപിടിച്ച് ദാവീദിനെതിരെ നിന്നാലും, ദാവീദേ, അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നതാണെന്നുള്ള ദൈവിക തീരുമാനത്തെ മാറ്റിമറിക്കാൻ ഒരു രാജകൽപ്പനകൾക്കും ഒരു രാജാവിനും അവിടുത്തെ നിയമങ്ങൾക്കും കഴിയത്തില്ല എന്ന് ദൈവം ദാവീദിലൂടെ തെളിയിക്കുകയാണ്. അതേ എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങയിലൂടെ പരിശുദ്ധാത്മാവ് തെളിയിക്കാൻ പോകുന്നത് അനവധി കഷ്ടത കണ്ടു, അനവധി അനർത്ഥം കണ്ടു. അങ്ങേ അങ്ങേ എഴുന്നേൽപ്പിക്കുന്നത് ആരും കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ മറ്റുള്ളവർ കാണുകെ അങ്ങ് വീണ്ടും ജീവിപ്പിക്കുന്ന ഒരസാധാരണമായ ദൈവപ്രവൃത്തി അങ്ങയിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ഈ സമയം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അടുത്ത പദം പറയുന്നു, ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും എന്ന് പറഞ്ഞാൽ അങ്ങ് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഞങ്ങൾ അവസാനിച്ചു പോയെന്നൊരു ഒരു 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 ചിന്തയിലേക്ക് നമുക്ക് ആ പദങ്ങളെ എടുക്കാം. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് തിരികെ കയറ്റുന്ന, വീണ്ടും ജീവിപ്പിക്കുന്ന. ഒരു പക്ഷെങ്കിൽ നമ്മളോട് തന്നെ പറഞ്ഞാണ്, എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ അനുഭവിച്ചതുപോലെ കഷ്ടത മറ്റാരും അനുഭവിച്ചിട്ടില്ല. മറ്റാർക്കുമില്ല ഈ കഷ്ടത, മറ്റാർക്കുമില്ല ഈ ദുരിതം. ഞാൻ നിരന്തരം കഷ്ടത അനുഭവിക്കുക, നിരന്തരം നിന്ന കേൾക്കുക, നിരന്തരം പഴികൾ കേൾക്കുക. എനിക്ക് ഇതിനൊരു പര്യവസാനമില്ലേ? ഇതിനൊരു മാറ്റമില്ലേ? ഇതെൻ്റെ ജീവിതത്തിൽ എന്നും ഉള്ളതാണ് എന്നൊക്കെ ചോദിക്കാറില്ലേ? പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, അങ്ങയുടെ കരത്തെ പിടിച്ച് വീണ്ടും ജീവിപ്പിക്കുന്ന, വീണ്ടും ബലം തന്ന് മുന്നോട്ട് നടത്തുന്ന ദൈവത്തിൻ്റെ കരം താങ്കളോട് കൂടെയുണ്ട്. തളർന്നു പോകരുത്. ദാവീദേ, താങ്കൾ തളർന്നു പോകത്തില്ല. കാടിനകത്തുനിന്ന് നാട്ടിക്കൊണ്ടുവന്ന് അഭിഷേകമൊഴിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ദൈവം പറഞ്ഞ പ്രവചന ശബ്ദത്തിൽ, വാക്തത്വത്തിൽ എത്തിക്കാനും പരിശുദ്ധാത്മാവിന് കഴിയും. വളരെ വിശ്വാസത്തോടും പ്രത്യാശയോടും ദൈവകൃപയോടും കൂടെ മുൻപോട്ട് പോകാം. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും കാണുമാറാക്കി നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുമെന്നുള്ള ആപ്തവാക്യമായി നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.